അപ്പൊ നമ്മള് രണ്ടത്താണി അലീഫ് കാർ വേൾഡിലാണ് ഇക്ക. അപ്പൊ കുറച്ച് പുതിയ കളക്ഷൻസ് എത്തിണ്ടല്ലേ? ഏതൊക്കെയുള്ള? 2021 മോഡൽ ഫസ്റ്റ് ഓണർ 1 ലക്ഷം ഓടിയിട്ടുള്ളൂ. മൈലേജ് നമുക്ക് ഏതാണ്ട് ഒരു 20 കിട്ടും. 20 ചെയ്യാല്ലേ എന്തായാലും. ഒരു ബിസിനസ് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി വണ്ടി. അധികം എൻക്വയറി വരുന്നുണ്ട് തോന്നണല്ലേ ഈ മോഡലൊക്കെ? 14 ലക്ഷം റുപ്യ വണ്ടിയാ. 7 സീറ്റർ അല്ലേ? 7 സീറ്റ്. നമ്മൾ എത്ര കൊടുക്കണേ? 890. 890. ലോൺ കയറുമേ? ലോൺ ഒരു 1000 റുപ്യ ലോൺ ഉണ്ട്. 7 രൂപ ലോണും കിട്ടും. അപ്പൊ ചെറിയ പൈസ കൊടുക്കുന്നത്. ഓക്കെ. തൊട്ട് ബാക്കില് 2015 അമേസ് നമ്പർ ആയത്. അത്യാവശ്യം മൈലേജ് കിട്ടണുണ്ടല്ലോ. 20 മൈലേജ് കിട്ടും. 20 മൈലേജ് കിട്ടും. നമ്മൾ ചോദിക്കുന്ന റേറ്റ് എങ്ങനെ? 320. ഏതാ മോഡൽ ഇത്? 2015. 2015. കിലോമീറ്റർ 110. 110. ഓണർഷിപ്പ് എങ്ങനെ വരുന്നേ? ഓണർ ഫോർത്ത് ഓണർ ആയിട്ടുണ്ടല്ലേ? നമുക്ക് ലോൺ കയറുത്? ലോൺ തിമ്മില് 2 റുപ്യ 2 റുപ്യ കയറുമല്ലേ? റിക്സ് വന്നിട്ടുണ്ടല്ലോ. 2016 മോഡല്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് എങ്ങനെ? ഇത് 3 റുപ്യ. 3 റുപ്യ. 2 റുപ്യ ലോൺ കൊണ്ടു. അപ്പൊ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് റിസ്ക് ഇറക്കാം. 16 വണ്ടിയാ. തട്ടല് മുട്ടലുണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. അങ്ങനത്തെ വണ്ടികളൊന്നും നമ്മൾ എടുക്കാറില്ലല്ലോ. ഓണർഷിപ്പ് എങ്ങനെ വരുന്നേ? ഓണർ ഇത് നമ്പറായ വണ്ടിയാണ്. ഇവിടെ ഫസ്റ്റ് ഓണർ. എങ്ങനെ? റിയ ആയ വണ്ടിയാണ് ഫസ്റ്റ് ഓണർ. ഓക്കെ. ഫസ്റ്റ് ഓണറാ? ഇവിടെ ഫസ്റ്റ് വരും. ഫസ്റ്റ് അവിടെ സെക്കൻഡ് ഇവിടെ. അപ്പൊ ഇനി എടുക്കാൻ പോണ മൂന്നാമത്തെ. കിലോമീറ്റർ എത്ര ഇതിന്റെ? കിലോമീറ്റർ 1.5. അടുത്തൊരു വാഗനർ 2012 മോഡൽ. ഓണർഷിപ്പോ? ഓണർ 3. മൂന്നാമത്തെ ഓണർഷിപ്പ് വരുന്നേ. റണ്ണിങ് എങ്ങനെ വരുന്നേ? റണ്ണിങ് 1.10. 1.10 റണ്ണിങ്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് 1.25 ഫൈനല്. 1.25 ഫൈനല്. 2012 മോഡല്. 1.25 ഫൈനല്. ഇതുമേ ലോണും കാര്യങ്ങളും കയറില്ലല്ലോ? ലോണ് ഉറപ്പിട്ടു. അപ്പൊ 3.25 ഉണ്ടെങ്കിൽ 75 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഇറക്കാം. നമുക്ക് ഈ വണ്ടി കൊണ്ടുപോവല്ലേ? അടുത്ത് ഇത് 2015 നമ്പറായത്. 2015 മോഡല് നമ്പറായ ലീവ. ഇപ്പൊ അധികം നമ്മൾ നമ്പറായ വണ്ടികൾ എടുക്കണേ. കസ്റ്റമർ പാർക്ക് സെയിൽ കൊടുക്കുന്ന. ഓക്കെ. നല്ല വണ്ടികളും വരുന്നുണ്ടല്ലോ. ഓക്കെ. നമുക്ക് ഓണർഷിപ്പ് എങ്ങനെ വരുന്നേ? ഇത് ഓണർഷിപ്പ് 4. നാലാമത്തെ ഓണർഷിപ്പ് വരുന്നേ. കിലോമീറ്റർ 1.40. 1,40,000. ടയോട്ടല്ലേ? അത് കുഴപ്പമുണ്ടാവില്ല. എത്ര കൂടും നോക്കണ്ട. ഓയിലും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത് 3.25. 3.25. ലോൺ കയറോ? 2 റുപ്യ. 2 റുപ്യ. വീണ്ടും ഒരു അടിപൊളി വാഗനർ. ഇത് 50,000 ആകെ ഓടിയിട്ടുള്ളൂ. 50,000 ഓടിയ വാഗന്. ഏതാ മോഡല്? 2018 നവംബർ ലാസ്റ്റ്. 2018 മോഡലാണ് ലാസ്റ്റ്. അപ്പൊ ചോദിക്കുന്ന റേറ്റ് എങ്ങനെ? ഇത് 3.85. ഓണർഷിപ്പോ? ഓണർ 3. മൂന്നാമത്തെ ഓണർഷിപ്പ് 50 ഓടിയിട്ടുള്ളൂ. 50 ഓടിയിട്ടുള്ളൂ. വളരെ ഓട്ടം കുറവാ. നല്ല വണ്ടിയാ. നീറ്റ് വണ്ടിയാ. നമ്മൾ ചോദിക്കുന്ന റേറ്റ് എത്ര? 3.85 ഒരു 3-3.25 റുപ്യ ലോണും കിട്ടും. 3. അപ്പൊ ചെറിയ പൈസ 50-55 റുപ്യ മുടക്കി. 55,000 റുപ്യൊക്കെ മുടക്കിണ്ടെങ്കിൽ ഇറക്കാം. അടിപൊളി. തട്ടില്ല മുട്ടയില്ലാതെ അടിപൊളി വണ്ടിയല്ലേ? നല്ല ക്ലീൻ വണ്ടി. ഇത് 2004 2030 വരെ പേപ്പർ. 2030 വരെ പേപ്പർ. ഓണർഷിപ്പ് ഒന്നും നമ്മൾ വല്ലാതെ ചോദിക്കണ്ടല്ലോ. നോക്കണ്ട. പഴയ വണ്ടിയല്ലേ? അപ്പൊ നമ്മൾ ചോദിക്കുന്ന റേറ്റ് എങ്ങനെ? 45 റുപ്യ ലാസ്റ്റ്. 45 റുപ്യ. 50 റുപ്യ വേണ്ട. ഒരു ചെറിയ ബൈക്കിന്റെ പൈസ കിട്ടും. അതേ. പഠിക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടി. സൂപ്പർ. 5 കൊല്ലം പേപ്പർ ഉണ്ട്. മേജർ ഇതൊന്നും ചെല്ലോ. തട്ടലും മുട്ടലൊന്നും ചെല്ലോ. എല്ലാ പൈസ പിന്നെ നന്നായി ഡ്രൈവിംഗ് അടിച്ച കായ് മുതലായില്ലേ? അടുത്തത് ഇയോണ് 2012. ഇയോന്റെ ഏതാ മോഡൽ? ഏതാ ഇത്? ഡിലൈറ്റ് പ്ലസ്. നമ്മൾ ചോദിക്കണ റേറ്റ് 1.25. ഓണർഷിപ്പ് 4th ഓണർഷിപ്പിൽ വരുന്നേ. എത്ര നമ്മൾ ചോദിക്കാൻ തരണേ? 1.25. ലോൺ കയറുമോ? ലോൺ 75 റുപ്യ. 75 റുപ്യ കയറുമല്ലേ? 50 റുപ്യ മുടക്കണ്ട. ഒരു 50 റുപ്യ. അപ്പൊ നമ്മൾ അധികം വണ്ടികൾ ഒരു 50 റുപ്യ 1 ലക്ഷം റുപ്യ മുടക്കിയ വണ്ടി ഇറക്കാം. വല്ലാതെ മേജർ ഒന്നും ഇല്ല. ഇനിയിപ്പോ ഒരു ബിസിനസ് പർപ്പസിന് വേണമെങ്കിൽ ഒരു ഈക്കോ 2010 7 സീറ്റർ അല്ലേ? 5 സീറ്റർ. അപ്പൊ AC ഉണ്ടാവും. AC ഉള്ളത്. നമ്മൾ ചോദിക്കണ റേറ്റ് എങ്ങനെ? ഇത് നമുക്ക് 1.65. 1,65,000. 65,000 അല്ലേ? 1.25 റുപ്യ ശ്രീറാം ഫൈനാൻസ് കിട്ടും. ശ്രീറാം കിട്ടല്ലേ? 1.25. ചോദിക്കുന്ന റേറ്റ് എത്ര? 1.65. 1.65. അപ്പൊ ഇതും ചേർത്ത് മതി. അടുത്തതൊരു കോളീസ്. ഇത് പിന്നെ ചെറിയ മുടക്കേണ്ട വണ്ടി തന്നെ. 1.30. 1.30 അല്ലെ? ഇൻഷുറൻസും ടാക്സും നമ്മൾ അടിച്ചു കൊടുക്കും അല്ലേ? പിന്നെ റിന്യൂവലിന്റെ പൈസ മാത്രമേ ഉള്ളൂ. റിന്യൂവലിന് എത്ര വരും? റിന്യൂവലിന് ഇപ്പൊ ഒരു 11 റുപ്യ വരും. ഇപ്പൊ കുറഞ്ഞിട്ടില്ല റിന്യൂവലിന്റെ പൈസ? ഒന്നും ചെറിയ പൈസ കുറഞ്ഞു. വലുതായിട്ടൊന്നും കുറഞ്ഞിട്ടില്ലല്ലേ? എല്ലാവരും ഉണ്ടല്ല.
അപ്പൊ വീണ്ടും ഒരു അടിപൊളി 800 ഇവിടെ കൊടുക്കണ്ടല്ലോ. 2008 സെക്കൻഡ് ഓണർഷിപ്പ് 8 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ്. 46,000 ഇവർ കാണ്ട് കിലോമീറ്റർ. ചിലപ്പോൾ ജനുവൻ ആയിരിക്കും. കുറെ കാലമായിട്ട് പാർട്ടി ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. AC വണ്ടിയാ. AC ഉണ്ടോ? AC. ഓക്കെ. നല്ല വൃത്തിയുള്ള വണ്ടിയാ. നമ്മൾ ചോദിക്കുന്ന റേറ്റ് 75 റുപ്യ അല്ലേ? അതിൽ എന്തെങ്കിലും ചെറുമട്ടത്തിന് കൊടുക്കാം. ഇൻഷുറൻസ് പുതിയ എടുത്ത് കൊടുക്കും. പേപ്പർ എത്ര വരെ ഉണ്ടാവും? പേപ്പർ 28 ലാസ്റ്റ് വരെ. 28 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ടാവും. നല്ല നീറ്റ് വണ്ടിയാ. സെക്കൻഡ് ഓണർഷിപ്പ്.